നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊന്നും ചെയ്തില്ലെങ്കില് പിന്നെ എന്തിനാണ് അവള് പെട്ടിയും കിടക്കെ എടുത്ത് വീട്ടിൽ പോയത്? അവൾക്ക് എന്തോ ഒരു മെസ്സേജ് വന്നു ആ സമയത്ത്. അതോടെ ആള് കയ്യിൽ നിന്ന് പോയി. നീ ഒന്ന് നന്നായി സ്നേഹിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നെ. ഞാൻ പരമാവധി സ്നേഹിച്ചു നോക്കി, ഏറ്റില്ല. ചേച്ചിട്ട് എന്തോ മെസ്സേജ് വന്നെന്നോ ചേച്ചിക്ക് എന്തോ ഡൗട്ട് അടിച്ചെന്നോ ഒക്കെ പറഞ്ഞു ഒറ്റ പോകും. നേരാണോടാ? സുമിതയ്ക്ക് വല്ല സംശയം തോന്നി കാണുമോ? ഏയ്, അങ്ങനെ വരാൻ ആരാ ആരാ എന്താടാ ആരാ? ഇവനെവിടെ പോവാ? നിക്കടാ. എന്താടാ, എന്താ പ്രശ്നം? നമ്മൾ പറഞ്ഞതൊക്കെ ആരോ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നിനക്ക് തോന്നിയതായിരിക്കും. അല്ല, അവിടെ ആ വാതിൽക്കല് ഒരു നിഴല് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. താഴെ നിന്റെ അമ്മയും അച്ഛമ്മയും ഗിരിയും സുമിതയും മാത്രമേ ഉള്ളൂ. അച്ഛമ്മ എന്തായാലും ഈ പടി കയറി ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നില്ല. അച്ഛമ്മയല്ല, പിന്നെ പക്ഷെ വേറെ ആരോ സംസാരിക്കുന്നത് ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം ആവില്ലടാ. അമ്മേ, പറയാൻ മറന്നു. സനു അടുത്ത ആഴ്ച പോവാ. എങ്ങോട്ട്? മിലാനിലേക്ക്. ആഹാ, ടിക്കറ്റ് മിസ്സാക്കി വന്നോ? വന്നു, അവര് മെയിൽ അയച്ചിട്ടുണ്ട്. ആ ശ്രീ, നാളെ ശ്രീ വരുമ്പോ ഒരു പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് വരാൻ മറക്കല്ല കേട്ടോ. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണോ മോളെ? അല്ലച്ചാ, ഇവിടുന്ന് നേരെ മുംബൈ. പിന്നെ അവിടെ ഒന്നൊരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഡേ മിലാൻ. മുംബൈയിൽ ഇപ്പോ ഷോപ്പിങ്ങിനൊക്കെ സമയം കിട്ടുമായിരിക്കും അല്ലേ സനുമോളെ? എന്തിനാ അമ്മേ മുംബൈയിൽ ഷോപ്പിംഗ് ചെയ്യുന്നേ? ഇവളങ്ങ് മിലാനിലേക്കല്ലേ പോകുന്നേ. അമ്മയ്ക്ക് എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ അമ്മയൊരു ലിസ്റ്റ് കൊടുത്താൽ മതി. അവള് വരുമ്പോ മിലാനിന്ന് കൊണ്ടുവരുന്നേ. എത്ര ദിവസത്തെ പ്രോഗ്രാം അവിടെ? റിഹേഴ്സലും പ്രിപ്പറേഷൻസും കൂടി ഏകദേശം 1 വീക്ക് എടുക്കും. ഷോയും കഴിഞ്ഞ് എല്ലാം കൂടി ഒരു 10 ദിവസത്തിനകത്ത് തിരിച്ചു വരും. ഇവിടുന്ന് വേറെ ഒരുപാട് പേരുണ്ടോ മോളെ? ഇന്ത്യയിൽ നിന്നെല്ലാം കൂടി 3 പേരാച്ചാ ഉള്ളത്. അതിൽ സൗത്തിൽ നിന്ന് സെലക്ഷൻ കിട്ടിയത് എനിക്ക് മാത്രം. എന്തു വലിയ അവസരം നമ്മുടെ സാനിയെ തേടി വന്നിരിക്കുന്നത് അല്ലേ ചന്ദ്രേട്ടാ? അതെ അതെ, ഒക്കെ നന്നായി വരട്ടെ. കൈകടി. നീ ഇത്ര പെട്ടെന്ന് മതിയാക്കിയോ? ആ, എടുത്ത ഭക്ഷണം മുഴുവൻ ആ പ്ലേറ്റ് ഇരിക്കുകയാണല്ലോ. എന്തൊരു അഹങ്കാരം ഈ പെണ്ണ് കാണിക്കുന്നത്. തിന്നിട്ട് പോയാ മതി, പോ. എന്തൊരു കഷ്ട ഇത്. എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ? ജയിലിൽ പോലും ഉണ്ടാവല്ലോ ഇതിനേക്കാളും സ്വാതന്ത്ര്യം. വേണ്ടെങ്കിൽ നിനക്ക് ആവശ്യത്തിന് എടുത്താ പോരായിരുന്നോ? എന്തിനാ വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നേ? ആ പോട്ടെ, ഒരു ദിവസം അവൾക്ക് വേണ്ടാന്ന് തോന്നിയെങ്കിൽ വേണ്ട. എന്തിനാ നിർബന്ധിക്കുന്നേ? നന്ദു ഒരാൾ വിചാരിച്ച എന്റെ ജീവിതം ഇപ്പോഴും നശിപ്പിക്കാൻ പറ്റും. ശ്രീയോ വീട്ടുകാരോ അറിയാതെ അബോഷൻ നടത്താൻ അന്നവളെ ഞാൻ കൂട്ടുപിടിച്ചത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. എങ്ങനെയും നന്ദുവിനൊന്ന് സോപ്പിട്ട് സന്തോഷിപ്പിച്ച് നിർത്തിയേ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയില്ല. ചന്ദ്രമതിയം കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി. അയ്യോ, എന്താ ചന്ദ്രമതിയമ്മയ്ക്ക് എന്താ? ശ്വാസം മുട്ടല്. മാവെടുക്കുമ്പോ പതിവാ. ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. അവളെ വീട്ടിലാക്കിയിട്ട് നേരെ ഇങ്ങ് പോന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടെ നിന്ന് പിടിച്ച് കയറിക്കൊള്ളണം. ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയാന്നാ എന്റെ മനസ്സ് പറയുന്നത്. മാഷിന്റെ പ്രാർത്ഥനയുണ്ടാവണം കൂടെ. പ്രാർത്ഥനയും മനസ്സും ഒക്കെ എന്നും ഉണ്ടാവും. അതിനൊപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും. ഇനിയിപ്പോ കുടുംബശ്രീ മാത്രമല്ല, നമ്മുടെ ശാരദാസ് കഫേ ഉണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ചന്ദ്രമതിക്ക് തീരെ വയ്യാതാവുമ്പോ ഹോട്ടലല്ലേ ഉള്ളൂ ശരണം. നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് മക്കളായിട്ട്. ഉള്ള
ഉള്ള മക്കളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നവരുണ്ട് കുറുപ്പ് മാഷെ. ആ ഇല്ലാത്തവർക്കേ അതിന്റെ വില അറിയൂ. എല്ലാം ശരിയാവും. അതിനുള്ളൊരു വഴിയാ ഇപ്പൊ ഈ തെളിഞ്ഞിരിക്കുന്നത്. തലകുനിച്ച് സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വിഷ്ണുവും ശാലിനിയും മടങ്ങി ചെല്ലുന്നത് തലയുയർത്തി നെഞ്ചു വിരിച്ചായിരിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരാം. അല്ല മാഷെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഏയ് വേണ്ട. എന്നാ ശരി. ആ മോളെ. വിഷ്ണുട്ടാ, എന്താ പോയിട്ട് അച്ഛനെ കണ്ടില്ലേ? കണ്ടു. അച്ഛനെ മാത്രമല്ല എല്ലാരും കണ്ടു. വിഷ്ണുട്ടാ, എന്താ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്താണെങ്കിലും പറയേ. എന്റെ മക്കളുടെ വിയർപ്പും കണ്ണീരും ചോരയായത് ഞാൻ എന്ത് തെറ്റിട്ടാ? വിഷ്ണുട്ടനല്ലല്ലോ തെറ്റിയത്, ഞാനല്ലേ. എന്നോടല്ലേ സത്യമ്മ വീട് വിട്ടു പോവാൻ പറഞ്ഞുള്ളൂ. അപ്പോ എന്നോടൊപ്പം ഇറങ്ങിയതാ വിഷ്ണുവേട്ടൻ ചെയ്ത തെറ്റ്. ഞാൻ വിഷ്ണുവേട്ടനെയും കൂടി അപകടത്തിലാക്കിയെന്നാവും സത്യമ്മ വിചാരിക്കുന്ന. സുസ്മിത പറയും പോലെ ഒരു തട്ടുകടക്കാരന്റെ കോലത്തിൽ എത്തിച്ചൊന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, മക്കളെ. അച്ഛാ എനിക്ക് എനിക്ക് അച്ഛാ, മക്കളെ. മോനെ. ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. കരയില്ലേ മക്കളെ. അച്ഛന്റെ മൊബൈല്. മക്കളെ, നീ എപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. എല്ലാം കണ്ടു, കേട്ടു. ഞാൻ ഈ മൊബൈൽ മടക്കി തരാൻ വന്നതാ. പോട്ടെ. പോട്ടെ അച്ഛാ. പോട്ടെ അച്ഛാ.
ആന്റി? സുസ്മിത സുസ്മിത പോ. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം. ഓ, തള്ളയ്ക്കൊപ്പം മകനോടും മരുമകളോടും സ്നേഹമുണ്ട്. എന്നാലും കണക്കായിപ്പോയി. ശാലിനിയെ ചുമക്കുന്നതിന് വിഷ്ണുവേട്ടന് കിട്ടാനുള്ളത് തന്നെ കിട്ടിയല്ലോ. എല്ലാം കണ്ടു കേട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവന്തിക ഇച്ഛിച്ചതും ഡോക്ടർ കൽപ്പിച്ചതും ഒന്ന് തന്നെ. ആ അർച്ചനയൊന്ന് കാണണമല്ലോ. നീ എന്താ ആലോചിക്കുന്നെ? ഏയ്, ഒന്നുമില്ല. ആ സന്ധ്യ, എനിക്കറിയാം മാഷിനെ. എന്നെ പഠിപ്പിച്ചിട്ടുള്ള മാഷ. ആ റിപ്പോർട്ടൊന്ന് തന്നെ. ഞാനൊന്ന് കണ്ടോട്ടെ അവരെ. അനൂപ വിളിക്കുന്നേ. സ്കാൻ റിസൾട്ട് വന്നോന്ന് ചോദിക്കാനാ. ഫോണിപ്പോ എടുക്കണ്ട, അവരോടിപ്പോ ഒന്നും പറയണ്ട. ദയാനന്ദ മാഷല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഞാൻ അവന്തിക, മാഷിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഡോക്ടർ സന്ധ്യ എന്റെ ഒരു ഫ്രണ്ടാ. സന്ധ്യ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സങ്കടമായി പോയല്ലോ മാഷെ. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോ എനിക്ക് സന്തോഷ സങ്കടം ഒരുമിച്ചാണല്ലോ കിട്ടിയത്. ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടി അർച്ചന. ദൈവം ഇങ്ങനെ ഒരു വിധി അവൾക്ക് കൊടുത്തത്. അർച്ചന, നിങ്ങൾ വിഷമിക്കണ്ട, ധൈര്യം കൈവിടാതിരിക്കുക. ഇപ്പൊ മെഡിക്കൽ സയൻസ് ഒരുപാട് ഡെവലപ്ഡ് ആണ്. എന്തിനേയും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു കാലത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇന്ന് നടക്കില്ലാത്തത് നാളെ നടക്കും. അർച്ചന ചെറുപ്പമല്ലേ. ആ കുട്ടിക്ക് ഇപ്പോൾ ഉള്ള പ്രോബ്ലംസ് ഒക്കെ വിദഗ്ധ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എന്റെ ഒരു വിശ്വാസം. തൽക്കാലം അർച്ചനയോട് ഈ വിവരമൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. തൽക്കാലം മാഷൻ ചേച്ചി അറിഞ്ഞ വിവരങ്ങളൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിക്കണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ പരിചയത്തിലുള്ള ഡോക്ടേഴ്സ് കുറച്ചുപേര് അമേരിക്കയിലും മറ്റുമുണ്ട്. അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്നിട്ട് മതി അർച്ചനെ കാര്യങ്ങൾ അറിയിക്കുന്നത്. അല്ല, അർച്ചന എവിടെ? വേണ്ട അതിര, നീ വരണ്ട. ആവണിയെ സ്കൂളിൽ ചെന്ന് വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയിക്കോ. ഇവിടെ അഡ്മിറ്റ് ആവേണ്ട പ്രശ്നമൊന്നുമില്ല. സ്കാനിങ്ങിന്റെ റിസൾട്ട് എന്തായെന്നറിയാൻ നിൽക്കുമ്പോഴല്ലേ നീ വിളിച്ചത്. ആ, അച്ഛനും അമ്മയും ഡോക്ടറോട് സംസാരിക്കാം. ശരി. അർച്ചനയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്കിത് എങ്ങനെ എന്നോട് പറയാൻ കഴിയുന്നു? പറയുമല്ല.
അംഗീകരിക്കുവാണ് ഞാൻ. ആർക്കും ഞാനൊരു ഭാരമോ ആദ്യതയോ ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതേപ്പറ്റി ഒരു സംസാരത്തിന് ഞാൻ തയ്യാറല്ല. എന്റെ കസിൻ എന്നതിനപ്പുറം ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല. അതിന് എനിക്കൂടി കഴിയണ്ടേ? ഈ ജന്മം എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ആയിരിക്കും. അതിലെനിക്ക് ഒരു മാറ്റവും ഇല്ല. നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്നെ കൈവിടുവോ? എന്നെ മറക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞ നീ അതിന് തയ്യാറാവൂ? നമ്മുടെ വിവാഹത്തിന് ശേഷമാണ് നമ്മൾ ഒരാൾക്കിത് സംഭവിച്ചു പോയെങ്കിലോ ഉപേക്ഷിച്ച് പോവാൻ കഴിയുമോ നമുക്ക്? നീ എനിക്ക് മറുപടി താ സ്വാതി. ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ച നിമിഷം മുതൽ നമ്മൾ ഒന്നായി തീർന്നവരാ. ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കരുതി വേർപെടുത്താൻ കഴിയുന്നതാണോ നമ്മുടെ ഹൃദയബന്ധം? പ്രണയം നശിച്ചു പോകുന്ന ഒന്നല്ല. നിന്നെ ഞാൻ സ്നേഹിച്ചതേ ഹൃദയം കൊണ്ടാ. ഞാൻ അറിഞ്ഞത് നിന്റെ മനസ്സിനെയാ. നിന്റെ മനസ്സിനെയാ സ്വാതി ഞാൻ സ്നേഹിച്ചത്, നിന്റെ ശരീരത്തെ അല്ല. നിന്നെ ഞാൻ എന്റെ ഈ കൈകളിൽ എടുത്തോണ്ട് നടക്കും. നടക്കാൻ കഴിയാത്തതിന്റെ ഒരു കുറവും നിന്നെ ഞാൻ അറിയിക്കില്ല. ഇനി ഇത്തരം വാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത്. സഞ്ജു, ഞാനുണ്ട് കൂടെ. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല സ്വാതി. സഞ്ജുന് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സഞ്ജു അനുസരിക്കണം. എന്റെ കയ്യില് തൊട്ട് സഞ്ജു എനിക്കൊരു വാക്കുതാ. സഞ്ജു മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിൽക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് ഒന്നുമില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എനിക്ക് സംസാരിക്കാനില്ലെന്നല്ല പറഞ്ഞേ. പക്ഷെ എനിക്ക് സംസാരിക്കണം. അത് കേട്ടിട്ട് നിങ്ങൾ പോയാ മതി. ചേച്ചിക്ക് നിങ്ങൾ കൊടുത്ത വാക്ക് ഞാൻ കേട്ടു. അത് നടക്കില്ല. നിങ്ങള് ചേച്ചിയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. അതല്ല, ഇനി അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ അത് ഉറപ്പായും മറ്റൊരു പെൺകുട്ടിയായിരിക്കില്ല. ദേ, ഈ ലക്ഷ്മി ആയിരിക്കണം. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചത് ചേച്ചിക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഞാൻ ഇതിനൊഴിഞ്ഞു മാറണം?
നിങ്ങൾ എന്റെ കഴുത്തില് താലി കെട്ടിയ പുരുഷനാ. ചേച്ചിക്ക് വേണ്ടിയല്ലാതെ ഈ താലി അഴിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ അടങ്ങിയിരിക്കുന്നു നിങ്ങൾ കരുതണ്ട. നിങ്ങളെ മോഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. പിന്നാലെ എപ്പോഴും നടക്കുന്നുണ്ട്. അതിലൊരാള് പോലും സഞ്ജുവിന്റെ ഭാര്യയായി ഈ വീട്ടിൽ കാലുകുത്തില്ല. ഇത് ലക്ഷ്മിയുടെ ശബ്ദം. നിങ്ങൾക്ക് ഒരു പെണ്ണിനെ മാത്രമേ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ കഴിയൂ. അതെന്റെ ചേച്ചിയാ. അതിന് മാത്രമേ നിങ്ങളെ ഞാൻ അനുവദിക്കുള്ളൂ. ചേച്ചി ഉള്ളു നൊന്തിട്ടാ നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയാം. എന്നേക്കാൾ കൂടുതലായി അത് നിങ്ങൾക്കും അറിയാം. ചേച്ചി ഈ വീട് വിട്ട് പോകുന്നു പേടിച്ചിട്ടാ നിങ്ങളെ സത്യം ചെയ്ത് കൊടുത്തത്. ശരിയല്ലേ? അതെ, ഞാനത് ചെയ്യാതിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അവള് പോയേനെ. പിന്നെ എന്റെ മുന്നിലേക്ക് ഒരിക്കലും അവള് വരില്ലായിരുന്നു. ഈ താലിയിൽ പിടിച്ച് സത്യം ചെയ്യണം. ചേച്ചി നിങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന്. അത് ചെയ്യാതെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ പോവില്ല. ഇവിടേക്ക് ആര് വന്നാലും എനിക്കത് പ്രശ്നമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സാറേ, ഇത് സ്പൂൺ കൊണ്ട് കഴിക്കാൻ പാടില്ല. ആഹാരം ശരീരത്തിന് പിടിക്കണമെങ്കിലേ കൈകൊണ്ട് തന്നെ വാരി കഴിക്കണം. പിന്നെ ഇനിയിപ്പോ ഞാൻ ഇവിടെ എഴുന്നേറ്റ് കൈയൊക്കെ കഴുകി വരണ്ടേ? ഓഹ്, ഇങ്ങനൊരു മടിയൻ. താ എങ്ങനെയുണ്ട്? രുചിയുണ്ടോ? നല്ല മധുരം. മധുരോ? ഇതിനോ? വാരിത്തരുന്ന കഴിക്കാൻ മധുരം. ഒന്ന് പോ വിശാൽ സർ. അച്ഛമ്മേ, രണ്ടാള് ഈ ലോകത്തൊന്നും അല്ലല്ലോ. വെള്ളം കൊടുക്ക.
അച്ഛമ്മേ, ഞാനിന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. ഗായത്രി അമ്മയുടെ ഫോട്ടോയുടെ മുന്നില് ആരും തിരി തെളിയിച്ചിട്ടുണ്ടാവില്ല. മുറി വൃത്തിയാക്കി വിളക്ക് തെളിയിച്ച് ഞാൻ വേഗം ഇങ്ങോട്ട് വരാം. ബിബിനെ, പാർവതിക്ക് ഒരു ടാക്സി പിടിച്ചു കൊടുക്ക്. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ പോയിട്ട് വന്നോളാം. പൊയ്ക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തിന്നൂരമ്മയുടെ നോട്ടമുള്ളതുകൊണ്ട് പല പല ആപത്തുകളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു വന്നത്. ഇപ്പോഴും ഇനിയും ഒരു ആപത്തുണ്ടായ എനിക്ക് പേടിയാവുന്നു. എന്റെ ദേവി, എല്ലാ ആപത്തുകളും എന്റെ നേർക്ക് വന്നോട്ടെ. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് ഒരാപത്തും സംഭവിക്കരുത്. അതിന് പകരമായി ഞാൻ എന്റെ ജീവൻ നൽകാം. എന്റെ ഈ താലിക്ക് അവിടുന്ന് തന്നെ കാവലുണ്ടാവണേ ദേവി, എന്റെ ജഗദീശ്വരി. എവിടെ? ചേച്ചി എന്നെ വഴക്ക് പറയരുത്. ചില അത്യാവശ്യ കാര്യങ്ങള് പെട്ടെന്ന് തലവന്ന് വീണതുകൊണ്ടാ എനിക്ക് കല്യാണ സമയത്ത് വിട്ടു നിൽക്കേണ്ടി വന്നത്. നിന്റെ അത്യാവശ്യ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കല്യാണം മുടങ്ങുമെന്ന് നിനക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അല്ലേ? എന്റെ പൊന്നു ചേച്ചി, കണ്ണി ചോരയില്ലാതെ സംസാരിക്കില്ലേ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലേ ഞാനത് ആദ്യം ചേച്ചിയോടല്ലേ പറയാ. ഇതൊന്നുമല്ല, സംഗതി വേറെയാ. അതൊക്കെ ഞാൻ വിശദമായിട്ട് ചേച്ചിയോട് പിന്നീട് പറയാം. ഒരു ബമ്പർ ഓഫറാ. അതെന്തെങ്കിലും ആവട്ടെ, നീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. വിശദമായിട്ടൊന്നും അറിഞ്ഞില്ല, കല്യാണം മുടങ്ങിയെന്ന് മാത്രം അറിഞ്ഞു. എന്നാ നീ അറിയണം, വിശാൽ 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 ജാസ്മിൻ, എന്തിനു വേണ്ടിയാ നീ അത് ചെയ്തത്? വിശാൽ സാറിനെ കൊല്ലാൻ വേണ്ടിയാ. പൂക്കളിൽ വിഷമുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലും അത് ചെയ്ത് ജതിനും ജാസ്മിനുമാണെന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിലേ അമ്മേ, ഞാൻ അങ്ങോട്ട് വന്ന് അനുഗ്രഹം വാങ്ങാം. ഈശ്വര, ഇത്രയും സംഭവബഹുലമായിരുന്നു കാര്യങ്ങള്. അതെ, ഇനി അവളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റും. അതിന് നീ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ? സ്വാമി പറഞ്ഞാ നേരാ. ഞാൻ ഒരാൾക്ക് കൊടുത്ത വാക്കിന്ന് പിന്മാറിയിട്ടുണ്ട്. അത് സത്യോ? സ്വാമി കണ്ടതൊക്കെ സത്യോ? ഞാൻ എന്ത് പ്രായശ്ചിത്താ ചെയ്യേണ്ടത്? മകള് വിഷമിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മുഖത്ത് ഒരു ദൈവാധീനം കാണുന്നുണ്ട്.
മോൾ എന്ത് ചെയ്തു, എന്തിനു ചെയ്തു എന്നുള്ളതെല്ലാം ഭഗവാന് മനസ്സിലാവും. മോളുടെ ഭാഗത്തായിരിക്കും ശരി. പക്ഷേ മോളെ, കഴിയുമെങ്കിൽ ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കുക തന്നെ വേണം. പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ ഒരിക്കലും കൊടുക്കരുത്. ഇതെന്താ വരാത്തത്? ഇനി വിചാരിച്ചതൊന്നും നടന്നില്ലേ? മമ്മി കുറെ നേരമായല്ലോ ഈ വെപ്രാളം കാണിക്കുന്നു. ആരെങ്കിലും കാത്തു നിൽക്കാണോ? വത്സേ, എത്തിയോ? മകളെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ദാ സ്വാമി, ഈ ദക്ഷിണ സ്വീകരിച്ചാലും. ദക്ഷിണ കുറവാണല്ലോ മകളെ. ദാ സ്വാമിക്ക് സന്തോഷമാവട്ടെ. ഞാൻ ദക്ഷിണ കയ്യിൽ തന്നെ കരുതി നിൽക്കുകയായിരുന്നു. സ്വാമി, വത്സേ, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നല്ലോ അല്ലേ? ഒറിജിനൽ സന്യാസി പോലും തോറ്റുപോകും. അതുപോലുള്ള അഭിനയമല്ലായിരുന്നോ? എനിക്ക് പോലും സംശയം തോന്നി ഞാനൊരു ഒറിജിനൽ സന്യാസിയാണോ എന്ന്. ഒരാൾക്ക് കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറിയാൽ ദൈവകോപം വരും. അത് പ്രത്യേകം പറഞ്ഞില്ലേ? എല്ലാം മാറ്റി പൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പിടികിട്ടിയില്ല. ഒന്നങ്ങോട്ട് നടന്നു, പിന്നെ അവിടെ അങ്ങ് നിന്നു, തിരിച്ചു വന്നു. എന്താ മമ്മി, എന്താ കാര്യം? പറയാം. അവളുടെ മുഖത്ത് ഒരു പേടി വന്നല്ലോ അല്ലേ? മാഡം പേടിക്കാതെ, അവള് നന്നായി പേടിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, ഒരു കാര്യം. എന്താ? എന്ത് കാര്യത്തിനാ ആ കൊച്ചിനെ പേടിപ്പിച്ചേ? അതൊക്കെ പറയാം. താൻ പോയിക്കോ. ഇനി ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും. മാഡത്തിന്റെ വിളി വന്നാൽ അടുത്ത നിമിഷം ഞാൻ ഇവിടെ എത്തും. ശരി ശരി, പോയിക്കോ. ഓ, എന്താ മമ്മി, എന്താ കാര്യം? 19ാമത്തെ അടവിറക്കിയതാ മോളെ. ഇതിലവള് വീഴും. അല്ല, വീണു. മമ്മി, എന്താ കാര്യം വെച്ചാ പറയൂ. ഇപ്പൊ വന്നില്ലേ ഒരു സന്യാസി. അവനൊരു കള്ളനാ. കാശിനു വേണ്ടി ഏതു വേഷവും കിട്ടും. എനിക്ക് വേണ്ടിയാ, അല്ലല്ല, നമുക്ക് വേണ്ടിയാ അവ സന്യാസിയായത്. ഇന്നവൻ അമ്പലത്തിൽ വെച്ചേ ശ്യാമയെ കണ്ടു. ആഹാ, എന്നിട്ട്? കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറിയാൽ ശാപം കിട്ടുമെന്ന് അവളോട് പറഞ്ഞു. എന്തായാലും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫലിച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്പലത്തിൽ വെച്ച് ഏതോ സന്യാസിയെ കണ്ടു അത്രേ. ആ സന്യാസി പറഞ്ഞു ആർക്കോ ശ്യാമ വാക്ക് കൊടുത്തു. ആ വാക്കിന്ന് പിന്മാറിയതുകൊണ്ടാണ് ശ്യാമയ്ക്ക് ദോഷം സംഭവിച്ചതെന്ന്. അതെന്താ? അതൊരു പുതിയ അറിവാണല്ലോ. ആർക്ക് എന്ത് വാക്ക് കൊടുത്തിട്ട് അവളെ പിന്മാറിയത്? ആരേ സന്യാസി? എനിക്കറിയില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ കൃഷ്ണതുളസി എന്ന അജ്ഞാത ഗായിക പാടിയ പാട്ട് ലോകം കേൾക്കാൻ പോവാ. ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തിയായി. ഇനി ഫൈനൽ മിക്സിംഗ് കൂടി മാത്രം. ഈ പാട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ കൃഷ്ണതുളസി ആരാണെന്ന് ആൾക്കാർ അന്വേഷിച്ചു തുടങ്ങും. അന്വേഷിച്ചു തുടങ്ങണമല്ലോ. അന്വേഷിച്ചു തുടങ്ങട്ടെ. നമ്മള് പറഞ്ഞ പോലെ ചിലർ തെറ്റിദ്ധരിക്കും കൃഷ്ണതുളസി എന്ന ഈ ഗായിക വിസ്മയ തന്നെയാണോ എന്ന്. ചിലര് പറയും വിസ്മയെ തോൽപ്പിക്കാൻ മറ്റൊരു ഗായിക വന്നിരിക്കുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കും. നടക്കട്ടെ. ആ സമയം നമ്മൾ ശ്യാമ എന്ന കൃഷ്ണതുളസിയുടെ അടുത്ത പാട്ടിറക്കും. സത്യത്തിൽ ശ്യാമ ആകെ ടെൻഷനില്ല. ഈ പാട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അരുന്ധതിയും വിസ്മയെ അന്വേഷണം തുടങ്ങും കൃഷ്ണതുളസി ആരാണെന്ന്.
അന്വേഷിക്കട്ടെ. അമ്മയും മകളും തീ പിടിച്ച രീതിയിൽ അന്വേഷിക്കട്ടെ. ചിലപ്പോ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. മനസ്സിലാവണം. നമ്മള് ശ്യാമയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഏതോ കൃഷ്ണ തുളസി എവിടെയോ ഇരുന്ന് പാടുന്നു. ഒന്നിനു പുറകെ ഒന്നായി പാട്ടുകൾ. കൃഷ്ണ തുളസി എന്ന ഗായികയെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കേണ്ട കൃത്യസമയത്ത് നമ്മൾ ശ്യാമയെ പരിചയപ്പെടുത്തും. ശ്യാമയാണ് ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണ തുളസിന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. അപ്പോ വിസ്മയ? വിസ്മയ അതോടെ ഗോവിന്ദ. ജനം വിസ്മയെക്കുറിച്ചും അന്വേഷിക്കും. അവളുടെയും അമ്മയുടെയും ചതിയും കള്ളത്തരവും ലോകം അറിയും. എടോ അഖിലെ, താൻ ഭാഗ്യവാനായ ഭർത്താവാടോ. എടോ, ശ്യാമയെ പോലെ ഇത്രയും കഴിവുള്ള ഗായികയെ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാ. പക്ഷെ യഥാർത്ഥ ഭാഗ്യം എന്താണെന്നോ? ശ്യാമയ്ക്ക് വലിയൊരു ഗായികയാവണമെന്നോ ലോകം തന്നെ തിരിച്ചറിയണമെന്നോ യാതൊരു ആഗ്രഹവും ഇല്ല. അഖിൽ സാർ എന്ന ഭർത്താവും പിന്നെ ശ്രീകൃഷ്ണനും, ആ ലോകം മാത്രം മതി ശ്യാമയ്ക്ക്. അത്യാഗ്രഹവും ഇല്ല, അതിമോഹവും ഇല്ല. എടോ അഖിലെ, താൻ ഭാഗ്യവാനല്ലടോ. സത്യ, ഞങ്ങളുടെ മുറിയുടെ 4 ചുവരുകൾക്കപ്പുറം ഒരു ജീവിതം വേണമെന്ന ആഗ്രഹമേ ഇല്ല ശ്യാമയ്ക്ക്. അതുകൊണ്ട് തന്നെയാ ഞാൻ ശബ്ദം പോലെ തീരുമാനമെടുത്തത്. ശ്യാമയുടെ കഴിവുകൾ ലോകത്തിനു മുമ്പിൽ എത്തിക്കണമെന്ന്. സാധാരണ ഭാര്യയുടെ ആഗ്രഹങ്ങൾ ഭർത്താവ് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ പറയാറ്. ഇവിടെ ഇപ്പൊ എന്റെ ആഗ്രഹം ഞാൻ ശ്യാമയെ കൊണ്ട് സാധിപ്പിക്കുക. ശ്യാമയെ ഞാൻ ഒരു മഹാഗായികയാക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾ വന്നത് ഞങ്ങളെയും കൂടെ മൂന്നാർ കൊണ്ടുപോകണം, ക്യാമ്പിലേക്ക്. അമ്മേ, അപർണേച്ചി, എന്താ ഇത്? അയ്യോ അപ്പുമോളെ, ദേ നമ്മളെ മീനാക്ഷി. മീനുട്ടി, മോളിവിടെ നിൽക്കായിരുന്നോ? മോള് മൂന്നാർ പോകുന്നുണ്ടോ? വെറുതെ വഴക്കുണ്ടാക്കരുത്. അച്ഛനെ ഞങ്ങളൊന്നും ഇഷ്ടമല്ലെന്ന് അറിയാം. ഞങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ഓരോ കുറ്റം കണ്ടുപിടിക്കുമെന്നും അറിയാം. ആഹാ, മോളിത് എന്തൊക്കെയാ പറയുന്നേ? മോള് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കട്ട സപ്പോർട്ടാ ഞങ്ങള്. ഞങ്ങൾ ഒരു കാര്യേ പറയുന്നുള്ളൂ, ഞങ്ങളെയും കൂടി മൂന്നാറിന് കൊണ്ടുപോകണം. ആ, പറഞ്ഞ വിശ്വസിക്കില്ല ആദർശേ. സാമൂഹ്യ സേവനം എന്ന് വെച്ചാ ഞങ്ങള് ചാകും. രാവിലെ ഉണർന്നു കഴിഞ്ഞാ ആദ്യം ആലോചിക്കുന്നത് ഇന്നെന്ത് സാമൂഹ്യ സേവനം ചെയ്യാന്നാണ്. എന്നിട്ടേ നമ്മള് ചായ പോലും കുടിക്കുള്ളൂ. എന്താ കളിയൊക്കെയാണോ? മീനാക്ഷി, എന്താ ഇത്? അമ്മയോടും ചേച്ചിയോടും മാന്യോട് സംസാരിക്കാൻ പറ. ശരി അപ്പുമോളെ, എന്നാ പിന്നെ മാന്യമായിട്ട് സംസാരിക്കാം. നീ പെൺകുട്ടികളെ വഴി തെറ്റിക്കും. അമ്മേ, ആദർശേട്ടന് ആവശ്യമില്ലെന്നൊന്നും പറയരുത്. കൈവഴി മൂന്നാർ പോന്നോണ്ടല്ല അടിച്ചത്, എന്റെ ദേഹത്തെ തൊട്ടതിനാ. പറ മക്കളെ, മൂന്നാറിൽ ഞങ്ങളെയും കൂടെ കൊണ്ടുപോവോ? ആളറിഞ്ഞാണ് കളിക്കാൻ. അറിഞ്ഞടാ മക്കളെ, നിന്നെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളും ഞങ്ങൾ അറിഞ്ഞു. നീ ആര്, എന്തിനാ മീനാക്ഷിയുടെ പുറകെ നടക്കുന്നത് ഒക്കെ അറിഞ്ഞു. പ്രമോദല്ലേ നിന്റെ സ്പോൺസർ. അവന്റെ മകനെ ഞാനും അമ്മയും കൂടെ തല്ലി മീനാക്ഷിക്ക് വേണ്ടി. അതിന്റെ പകരം വീട്ടിലല്ലേ ഇതൊക്കെ? ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇല്ലാത്ത കാര്യമാണോ ഉള്ള കാര്യമാണോ എന്നൊക്കെ പോലീസ് തീരുമാനിച്ചോളും. അല്ല, ജയിലിൽ കിടന്ന് നിനക്ക് നല്ല ശീലമുണ്ടല്ലോ. കൊച്ചിയിൽ കഴിഞ്ഞ മാസം നിന്റെ പേരിലെ 2 കേസ് ഉണ്ടായില്ലേ? ശരി, മൊത്തത്തിൽ നിനക്ക് എത്ര കേസുണ്ട്? അമ്മേ, ഇതെന്നെ അപമാനിക്കുന്ന പോലെയാ. നിന്നോട് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മിണ്ടിപ്പോരുത്. പോവിടുന്ന് പോവാനാ പറഞ്ഞ്.
അങ്ങ് പോകാൻ വരട്ടെ. പോലീസ് വന്നിട്ട് പോയാ മതി. വണ്ടിയുടെ താക്കോൽ തരാനാ പറഞ്ഞേ. പെട്ടൂന്ന് മനസ്സിലാക്കി തടി തപ്പുകയാണല്ലേ? ഇനി എങ്ങാനും എന്റെ മോളുമായിട്ട് സംസാരിക്കാൻ വന്ന ഒച്ചയ്ക്ക് കൊത്തിച്ചോളി നിന്നെ. നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ച ആളിനോട് അങ്ങോട്ട് ചെന്ന് കാണുന്നുണ്ടെന്ന് പറ. ഇനി നീ മീനാക്ഷി ശല്യപ്പെടുത്തോ? അത് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. പോലീസ് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാ. അതിന് വേണ്ടുന്നത് എന്താന്ന് വെച്ചാ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പറയടാ, എന്റെ മോളുടെ പിന്നാലെ നടക്കുവോ? ഇല്ല. പാവപ്പെട്ട പെൺകുട്ടികളെ ഇനിയും ചതിക്കാൻ ഇറങ്ങിയ ഇവനെ ജീവിച്ചിരിക്കില്ല. എടുത്തോണ്ട് പോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടോ, നമ്മുടെ ജാതിക മോഷിക്കാൻ വന്നതാ. ഞാൻ കെട്ടി പൂട്ടിയടി. അയ്യോ കുഞ്ഞമ്മ വീട് അത് മനോഹരനാ. മനോഹരനോ? നിനക്ക് ആള് തെറ്റിപ്പോയതായിരിക്കും. ഒന്നുകൂടി ശരിക്കും നോക്ക്. അയ്യോ, ഇത് ഇവിടുത്തെ കേബിൾ TV ഒക്കെ നോക്കി നടത്തുന്ന മനോഹരൻ. ഉപ്പും കൂട്ടി അവിടെ പറിച്ചതാ. അപ്പ കൈയോടെ പിടിച്ച് ഞെരിച്ചത്. ഇതാരി? ഇത് നമ്മുടെ സീതേച്ചർ അനിയത്തിയ രാധേച്ചി. അപ്പൊ പങ്കമാന്റെ ചേച്ചി. അപ്പൊ നമ്മുടെ കുഞ്ഞമ്മ. കുഞ്ഞമ്മ. സോറി മോനെ, ഞാൻ ആളറിയാതെ ചെയ്തു പോയതാണ്. എല്ലാരും ചെയ്യുന്നല്ലേ? ആണോ? കൈ വേദനിച്ചോ? നല്ലപോലെ പിടിച്ചായിരുന്നു. സോറി ട്ടോ. രാധേച്ചി ഇപ്പൊ എവിടുന്നാ വരുന്നേന്ന് അറിയാവോ? ദുബായിന്നാ? അല്ല, ജയിലിന്ന്. ജയിൽ സൂപ്രണ്ടാ? വാർഡൻ? പണിയൊന്നുമില്ല. ജീവപര്യന്തം പ്രതി. പരോളിന് വന്നേക്കുവാ. കുഞ്ഞമ്മേ, എന്തെങ്കിലും എന്റെ ഇപ്പൊ തെറ്റു പറ്റിയിട്ട് ക്ഷമിക്കണം. മനോഹര, ഈ രാധേച്ചി ഉണ്ടല്ലോ, നമ്മള് വിചാരിച്ച പുള്ളിയൊന്നും അല്ല കേട്ടോ. എന്തൊക്കെയാ ചെയ്തേക്കുന്നറിയാവോ? ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു, വീടിന് തീ വെച്ച്, പിന്നെ ഒന്നുമില്ല. അമ്മയെ കാണാൻ വേണ്ടി വന്നതാ കുഞ്ഞമ്മ. ആശ്രമത്തില് അമ്മ മറ്റേ തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണല്ലോ, കാശി രാമേശ്വരത്തൊക്കെ. അവിടുത്തെ ഓരോ ആശ്രമത്തിൽ കയറി ഇറങ്ങിയിട്ടൊക്കെ അമ്മ വരുള്ളൂ. കാശൊക്കെ ഇത്ര പെട്ടെന്ന് പോയോ? പോയി. കുഞ്ഞമ്മ ഏത് ജയിലായിരുന്നു? ഞാൻ പൂജപ്പുര ജയിലായിരുന്നു. ഓ, ഞാൻ ഈ കണ്ണൂർ സെൻട്രൽ ജയിലായിട്ടാണ് എന്റെ എല്ലാം കണക്ഷൻ വേണ്ടിട്ട്. എന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു സെൻട്രൽ ജയിലുണ്ടായിരുന്നു. വാറ്റ് ആരെയും വെക്കലാന്ന് പണി. ആള് ഭയങ്കര നല്ലോണം വാറ്റുണ്ടാക്കും, അടിപൊളി വാറ്റ്. അതെ. എന്നിട്ട് എന്താന്നറിയോ കുഞ്ഞമ്മേ, ഈ മനോഹരനെ ഇടയ്ക്കിടയ്ക്ക് വരും ഷാഹിനെ കാണാനല്ലേ, മറ്റേ കേബിൾ ടിവിയുടെ കാര്യത്തിനല്ലേ, അതിനുവേണ്ടി വന്നതാ ഇവിടെ. അമ്പിളിയേട്ടൻ ദുബായി പോയപ്പോ ഇതൊക്കെ നോക്കി നടത്താൻ ആളില്ലല്ലോ മനോഹരന്, അല്ലേ? അതിനല്ലേ വന്നേ? വേറെ കാര്യം പറയാനുണ്ട്. വേറെ ഒരു കാര്യമില്ല, പൊക്ക്. ഷാഹിന ഇവിടെ ഇല്ല. ഷാഹിന വരുമ്പോ വിളിക്കാൻ പൊക്കൂന്ന്. അല്ല, എന്തെങ്കിലും പറയാനുണ്ടാവുമെന്നോ? എന്റെ കുഞ്ഞമ്മയെ ഒന്നുമില്ല. അതായത് അമ്പിളിയേട്ടന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നടന്നതാ. ഒരു അന്തവും കുന്തവും ഇല്ല. എന്തെങ്കിലും കഴിക്കാൻ കിട്ടട്ടെ എന്ന് വിചാരിച്ച അമ്പിളിയേട്ടൻ കൂടെ കൂടിയതാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് തമ്മി ബന്ധമില്ലാതെ ഓരോന്നൊക്കെ പറയും. ഇപ്പൊ തന്നെ കുഞ്ഞമ്മയുടെ അടുത്ത് എന്തൊക്കെയാ പറയുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. വാ, നമുക്ക് പോവാം. വേദനിച്ചിട്ടുണ്ടാവട്ടോ. ആ സാറില്ല, ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ നിന്ന് കിട്ടണല്ലേ. വാ, നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.